യേശുവേ നോക്കി ജീവിപ്പാൻ ഇവയെ കാക്ഷിക്കും. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പ്രഭാതത്തിൽ നിങ്ങളോടൊപ്പമായിരിക്കുവാനും പരിശുദ്ധനായ ദൈവം എന്നെയും സഹായിച്ചു. ഇവിടെ ആയിരിക്കുന്നതായ നിങ്ങളെ എല്ലാവരെയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രഭാത ധ്യാനത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മുടെ ഇന്നത്തെ വിഷയം ഭാവിക്കായുള്ള ഒരുക്കത്തിൽ തിരുവെഴുത്തുകളെ മനഃപ്പാഠമാക്കുക. അതിന് നൽകിയിരിക്കുന്നതായ ബൈബിൾ വചനം മാർക്കോസ് എഴുതിയ സുവിശേഷം 13-ാം അധ്യായം അതിൻ്റെ 13-ാം വാക്യം. എൻ്റെ നാമനിമിത്തം എല്ലാവരും നിങ്ങളെ പകയ്ക്കും, എന്നാൽ അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. കർത്താവിൻ്റെ അടുക്കൽ ധാരാളം പേര് കർത്താവിൻ്റെ അടുക്കൽ വന്നു. കർത്താവ് ഈ ലോകത്തിൽ ആയിരുന്നു കൊണ്ട് കർത്താവ് സ്വർഗരാജ്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ വന്ന് ചേർന്ന ധാരാളം പേര് കർത്താവിൻ്റെ അടുക്കലിരുന്ന് കർത്താവിൻ്റെ മധുരമേറിയതായ ശബ്ദം കേൾക്കുവാൻ, കർത്താവിൻ്റെ ആ സ്നേഹം പങ്കുവയ്ക്കുവാൻ, കർത്താവിനോട് കൂടെ ആയിരിക്കുമ്പോഴുള്ളതായ ആ സന്തോഷ നിമിഷങ്ങൾ അനുഭവിക്കുവാൻ കർത്താവിൻ്റെ അടുക്കൽ ധാരാളം പേര് വന്നു. അപ്പോൾ അവരോട് കർത്താവ് പറഞ്ഞതായ ഒരു വാക്കാണ് മാർക്കോസ് എഴുതിയ സുവിശേഷം 13-ാം അധ്യായം അതിൻ്റെ 13-ൽ നാം കണ്ടത്. എൻ്റെ നാമനിമിത്തം എല്ലാവരും നിങ്ങളെ പകയ്ക്കും എന്ന്. അപ്പോൾ ഇന്ന് നിങ്ങൾ എന്നോട് കാണിക്കുന്നതായ ഈ സ്നേഹം, ഇന്ന് നിങ്ങൾ എന്നോട് കാണിക്കുന്ന ഈ സ്നേഹവും ആ സന്തോഷവും ഒരു പക്ഷേ അന്ന് നിങ്ങൾക്ക് ഇതുപോലെ കാണിക്കുവാൻ കഴിയുമോ എന്നുള്ളതാണ് നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നത്. എൻ്റെ നാമനിമിത്തം എല്ലാവരും നിങ്ങളെ പകയ്ക്കും, എന്നാൽ അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. അപ്പോൾ ഒരു വേദനയുടെ അനുഭവം, ഒരു പീഡനത്തിൻ്റെ അനുഭവം, ഒരു കഷ്ടകാലം കർത്താവിൻ്റെ നാമം സ്വീകരിക്കുന്നവർക്ക് ഉണ്ട് എന്നുള്ളത് അവിടെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. ലൂക്കോസ് 4:32 നമ്മൾ വായിക്കുമ്പോൾ അവിടെ നാം കാണുന്നത്, അവൻ്റെ വചനം അധികാരത്തോടെ ആകയാൽ അവൻ്റെ ഉപദേശത്തിൽ വിസ്മയിച്ചു. കർത്താവ് യേശു ക്രിസ്തു ഈ ലോകത്തിൽ ആയിരുന്നപ്പോൾ കർത്താവ് നൽകിയതായ ആ ഉപദേശം, അവൻ്റെ വചനങ്ങൾ, ഇതെല്ലാം അധികാരത്തോടു കൂടിയതായിരുന്നുവെന്ന് ലൂക്കോസ് തൻ്റെ സുവിശേഷത്തിൽ എഴുതി വച്ചിരിക്കുന്നു. അപ്പോൾ എല്ലാവരും വിസ്മയിച്ചതായിട്ട് പറയുന്നു. ഇവിടെ നമുക്കൊരു ഭാഗം കാണുവാൻ സാധിക്കുന്നത്, കർത്താവായ യേശു ക്രിസ്തുവിനെ വിധിച്ച സമയത്ത് വളരെ കഷ്ടപ്പാട്, എല്ലാവരും കർത്താവിൻ്റെ ശിഷ്യന്മാർ, കർത്താവിനെ സ്നേഹിച്ചവർ എല്ലാവരും കർത്താവിൻ്റെ ആ നിമിഷത്തിൽ കർത്താവ് അനുഭവിച്ചതായ ആ കഷ്ടത്തിൽ വിധിക്കപ്പെടുമ്പോൾ, ന്യായാധിപ സംഘങ്ങളിൽ കർത്താവ് വിധിക്കപ്പെടുമ്പോൾ എല്ലാവരും ഓടുന്നു, ഒളിക്കുന്നു, മറയുന്നു. ആരും കർത്താവിനോട് കൂടെ ഉണ്ടായിരുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നില്ല. അത് ഒരു പക്ഷേ നാം ക്രിസ്തുവിലായിരിക്കും, കർത്താവിൻ്റെ നാമം എടുത്തുകൊണ്ട് നാം ക്രിസ്തുവിലായിരിക്കുമ്പോൾ കർത്താവ് പറഞ്ഞതായ ആ ഒരു ഭാഗത്ത് തന്നെ ആയിരിക്കും നാമം എത്തിച്ചേരുന്നത്. കർത്താവിൻ്റെ നാമം നിമിത്തം എല്ലാവരും നമ്മളെ പകയ്ക്കും. ഇന്ന് ഒരുപക്ഷെ രാഷ്ട്രീയത്തിൽ, സർക്കാർ തലങ്ങളിൽ ഉന്നതർ സുഹൃത്തുക്കളായിട്ടും ബന്ധുക്കളായിട്ടും നമ്മോട് കൂടെ നമുക്ക് ഉണ്ടായിരിക്കാം. എന്നാൽ കർത്താവിൻ്റെ നാമം നാം എടുത്തത് കാരണം ഒരു പീഡനകാലം, ഒരു കഷ്ടകാലം നമുക്ക് വരുമ്പോൾ ഒരു പക്ഷേ നമ്മുടെ സുഹൃത്തുക്കൾ, ഉന്നതങ്ങളിലിരിക്കുന്ന നമ്മുടെ സുഹൃത്തുക്കളോ അല്ല എങ്കിൽ ഉന്നതങ്ങളിൽ ഇരിക്കുന്ന നമ്മുടെ ബന്ധുക്കളോ നമ്മുടെ സഹായത്തിന് എത്തത്തില്ല. കർത്താവിന് സംഭവിച്ചത് തന്നെ കർത്താവിനെ സ്നേഹിക്കുന്ന, കർത്താവിൻ്റെ നാമത്തെ അറിയുന്ന കർത്താവിൻ്റെ ജനത്തിന് സംഭവിക്കും എന്നുള്ളത് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. കർത്താവ് പറഞ്ഞ ഒരു വാക്ക് മത്തായി തൻ്റെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. മത്തായി 6:33 പറഞ്ഞു, മുൻപേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കും. അതാകുന്നു കർത്താവിൻ്റെ രാജ്യം, അതാകുന്നു നമ്മുടെ ആവശ്യം. നമ്മുടെ ഭാവി കർത്താവിൻ്റെ രാജ്യത്തിൽ ആയിരിക്കണം എന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. ഇന്ന് ഈ ലോകത്തിൽ നമ്മുടെ ഭാവി, നല്ലൊരു ജോലി, നല്ലൊരു വീട്, നമ്മുടെ ഭാവി സമയം എത്തുമ്പോഴത്തേക്കും അതിനു വേണ്ടിയിട്ടുള്ളതായ മുൻ ഒരുക്കങ്ങളാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നുവെങ്കിൽ
അത് ഈ നശിച്ചു പോകുന്ന ലോകത്തിൽ. എന്നാൽ നശിക്കാത്തതായ ലോകത്തിൽ, കർത്താവ് പറയുന്ന ആ ലോകത്തിൽ നാം എത്തിച്ചേരുവാൻ വേണ്ടിയിട്ടാണ് നമ്മെ ഒരുക്കാൻ കർത്താവ് പറയുന്നത്. ഒരു വാക്യം കൂടെ നമുക്ക് വായിക്കാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ 7 പറയുന്നു, നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പിൻ, അത് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ. അപ്പോൾ കർത്താവിൻ്റെ വചനത്തെ നമ്മൾ എപ്പോഴും അത് വായിക്കണം, അതിനെ മനഃപ്പാഠമാക്കണം. അത് നമ്മുടെ ജീവിതത്തിൽ നല്ലൊരു അനുഗ്രഹമായിരിക്കും. സ്വർഗരാജ്യത്തിൽ നമ്മെ പങ്കാളിയാക്കി തീർക്കും. നശിച്ചു പോകുന്ന ലോകത്തിനല്ല, സ്വർഗരാജ്യത്തിൽ നമ്മെ പങ്കാളിയാക്കി തീർക്കും. വേദനകളും കഷ്ടങ്ങളും പ്രയാസങ്ങളും ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും ഈ ലോകത്തിൽ. പക്ഷേ അതെല്ലാം കർത്താവ് ഇവിടെ മാർക്കോസിൻ്റെ സുവിശേഷത്തിൽ പറയുന്നത് പോലെ സഹിച്ചു നിൽക്കണം. ദൈവരാജ്യത്തെ, സ്വർഗരാജ്യത്തെ, അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിച്ചുകൊണ്ട് നാം മുൻപോട്ട് നീങ്ങണം. ഈ തിരുവചനങ്ങളിൽ പരിശുദ്ധനായ ദൈവം ഇവിടെ ആയിരിക്കുന്നതായി നമ്മെ ഓരോരുത്തരെയും ഇന്ന് ഈ പ്രഭാതം മുതൽ ഈ ദിവസം മുഴുവനുമായി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, സ്വർഗത്തിനും ഭൂമിക്കും നാഥനായിരിക്കുന്ന അത്യുന്നതനായ കർത്താവേ, ഈ നല്ലൊരു പ്രഭാതം അങ്ങ് ഞങ്ങൾക്ക് തന്നു. തീർച്ചയായിട്ടും കർത്താവേ, ഈ പ്രഭാതം മുതൽ ഈ ദിവസം മുഴുവനും അങ്ങയുടെ വചനം വായിച്ച് ധ്യാനിച്ചുകൊണ്ട് അതിനെ മനഃപ്പാഠമാക്കിക്കൊണ്ട് ഞങ്ങൾ അങ്ങയോടൊപ്പം സഞ്ചരിക്കണം, യാത്ര ചെയ്യണം. കർത്താവേ, അങ്ങയുടെ രാജ്യത്തിൻ്റെ അവകാശിയായി അങ്ങ് ഞങ്ങളെ തീർക്കും. പരിശുദ്ധൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുമ്പോൾ പ്രാർത്ഥന കേൾക്കണേ പരിശുദ്ധ പിതാവേ. ആമേൻ.